ഹായ്, ഗുഡ് മോർണിംഗ്. ഒരു ഗുരുവും കുറച്ച് ശിഷ്യന്മാരും. ഒരിക്കൽ ഈ ഗുരു ശിഷ്യന്മാരോട് ചോദിച്ചു, എങ്ങനെയാണ് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ മനസ്സിലാക്കുന്നത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? അപ്പോൾ ഓരോ ശിഷ്യന്മാരും ഓരോ ഉത്തരങ്ങളൊക്കെ പറഞ്ഞു. ഈ ഉത്തരങ്ങളെല്ലാം കേട്ടതിന് ശേഷം ഗുരു പറഞ്ഞു, നിങ്ങൾ പുസ്തകം വായിക്കാറില്ലേ? അപ്പോൾ എല്ലാവരും പറഞ്ഞു, തീർച്ചയായിട്ടും വായിക്കുന്നുണ്ട്, എല്ലാ ദിവസവും വായിക്കുന്നുണ്ട്. എന്നിട്ട് ഗുരു പറഞ്ഞു, ഓരോ പുസ്തകം പോലെയാണ് ഓരോ മനുഷ്യർ. ചില മനുഷ്യർ പുസ്തകമെടുത്ത് പേരൊക്കെ ഒന്ന് വായിച്ച് നോക്കി, അതിനെ തിരിച്ചു മറിച്ചൊക്കെ നോക്കി, ചുമ്മാ പേജുകൾ മറിച്ചിട്ട് അവിടെ ഷെൽഫിൽ കൊണ്ടുവയ്ക്കും. അതായത് ഒരു ഹായ് ബൈ റിലേഷൻഷിപ്പ്, കാണുമ്പോൾ ചിരിക്കും, അത്രയേ ഉള്ളൂ. ചിലർ അതിൻ്റെ നമ്മുടെ പുറത്തുള്ള ഭാഗമൊക്കെ ഒന്ന് വായിക്കും, ഇടയ്ക്കുള്ള പേജസും വായിക്കും. എന്നാൽ കൂടുതലായിട്ട് അവരെ മനസ്സിലാക്കത്തില്ല. എന്നാൽ കാര്യം എന്തെങ്കിലുമൊക്കെ ഇവരെക്കുറിച്ച് അറിയാനും പറ്റും. അങ്ങനെയാണ് മറ്റൊരു രീതിയിൽ മനുഷ്യർ മനസ്സിലാക്കുന്നത്. ഇനി മൂന്നാമത്തെ കൂട്ടരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ ഇതൊന്ന് തുറന്ന് എല്ലാ പേജസും വായിക്കും. പക്ഷേ അത് മനസ്സിലാക്കി വായിക്കുകയല്ല, ചുമ്മാതെ വായിച്ചു പോകുന്നു. എന്നാൽ ചിലതൊക്കെ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഒരു പൂർണ്ണമായിട്ടൊരു മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാലില്ല. അതാണ് മൂന്നാമത്തെ തരം മനുഷ്യർ. മറ്റുള്ളവരെ കാണുന്നു, അവരെ മനസ്സിലാക്കി എന്ന് തോന്നുന്നു, എല്ലാ പേജുകളും മറിച്ച് നോക്കിയതല്ലേ അല്ലേ, എന്നാൽ അവരെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇനി നാലാമത്തെ ഒരു കൂട്ടരുണ്ട്, അവരെ മനസ്സിലാക്കണം എന്ന രീതിയിൽ തന്നെ ഈ പുസ്തകത്തിനകത്ത് എന്താണ് എന്നറിയുവാൻ കൂടുതൽ ആഗ്രഹത്തോടെ ഈ പുസ്തകങ്ങളിലെ ഓരോ വരികളിലൂടെയും വായിക്കും, അത് മനസ്സിലാക്കുന്നുണ്ട്. നാലാമത്തെ മനുഷ്യർ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നത് ഒരാൾ മറ്റൊരാളെ എങ്ങനെ മനസ്സിലാക്കണമോ അതേ രീതിയിൽ. ചിലർ പറയാറില്ലേ, മുഖമൊന്ന് മാറുമ്പോൾ തന്നെ അവർക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്ന ചില മനുഷ്യരുണ്ടാകും അല്ലേ. ചിലർ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ചിലർ നമുക്ക് എത്ര വിഷമം വന്നാലും നമ്മളോട് എന്തെങ്കിലും ഉണ്ടോ എന്ന് പോലും ചോദിക്കില്ല. അപ്പോൾ ഇത്തരത്തിലാണ് ഓരോരുത്തരും മറ്റൊരാളെ മനസ്സിലാക്കുന്നത് എന്നാണ് ഈ ഗുരു ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്തത്. നമുക്ക് എല്ലാ മനുഷ്യരെയും അങ്ങ് 100% മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വരില്ല. പക്ഷേ കുറച്ചെങ്കിലും മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ അതിലും വലിയ സന്തോഷം മറ്റൊന്നില്ല. എല്ലാ ദിവസവും രാവിലെ ഒരു ഗുഡ് മോർണിംഗ് അയയ്ക്കുക, അല്ലെങ്കിൽ കാണുമ്പോഴൊരു പുഞ്ചിരി സമ്മാനിക്കുക. എന്തുണ്ട് വിശേഷം, സുഖമാണോ? ചിലർക്ക് ഈ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നും. അപ്പോൾ ഒരുപാട് മനസ്സിലാക്കുന്നതിലുപരി എനിക്ക് അറിയാം, എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആളെൻ്റെ അടുത്ത് ഓടി വരും എന്നൊരു ചിന്ത എല്ലാവരിലും ഉണ്ടാകണം. എന്നാൽ എല്ലാവരും നമ്മുടെ ആവശ്യത്തിന് കൂടെ ഉണ്ടാകുമെന്നും ചിന്തിക്കരുത്. ഹാവ് എ ഗ്രേറ്റ് ഡേ ഹെഡ് ഫ്രം അജ്നീസ് മോട്ടിവേഷണൽ ക്ലോസ്. താങ്ക് യു.